അദ്ദേഹം ഷെയ്ഖ് ജീലാനി തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറയുന്ന ഒരു വാചകം കൂടിയുണ്ട്, യാ കദ്ദാബ്. അദ്ദേഹത്തിന്റെ മുന്നിലുള്ള മുസ്ലിങ്ങളായ തൗഹീദ് ഉണ്ടെന്ന് പറയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന, അല്ലാഹു അക്ബർ പറയുന്ന ആളുകളെ വിളിച്ചിരുത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ച സംസാരമാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ. അദ്ദേഹം അമുസ്ലിങ്ങളോടല്ല പ്രസംഗിച്ചത്, അമുസ്ലിങ്ങളോടല്ല അദ്ദേഹം വഅദ് പറഞ്ഞത്. ഷെയ്ഖ് ജീലാനി എന്ന് പറയുന്ന ലോകം കണ്ട അതേ ഹിജറ 470 ജീവിച്ച 561 വഫാത്തായ 91 കൊല്ലക്കാലം ലോകത്ത് ജീവിച്ച ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം സംസാരിച്ചത് മുസ്ലിമീങ്ങളോടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകളെ കുറിച്ച് വഹാബി വേദികളിൽ വല്ലാതെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കുകയാണ്. കുറച്ചു കാലമായിട്ട് ഈ ഒരു രൂപത്തിലാണ് അവർ ഷെയ്ഖ് ജീലാനി തങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. വെറുതെയൊന്നും പൂച്ച പാല് കുടിക്കൂല എന്ന് പറഞ്ഞതുപോലെ വേറെ ചില ഹിഡൻ അജണ്ടകളും ലക്ഷ്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെറിയൊരു തട്ടിപ്പിന് വേണ്ടിയിട്ടാണ് ഷെയ്ഖ് ജീലാനി തങ്ങളെ ചേർത്ത് പിടിക്കുന്നത്. അപ്പോൾ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആരായിരുന്നു ഷെയ്ഖ് ജീലാനി എന്ന് നിങ്ങളുടെ എല്ലാ വിഭാഗവും ഒരുമിച്ച് നിന്ന കാലത്ത് നിങ്ങളുടെ അൽമനാറിൽ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ലോകം കണ്ട മഹാൻ, നവോത്ഥാനം നടത്തിയ മഹാൻ, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ആത്മീയമായ അറിവ് പകർന്നു കൊടുത്ത മഹാൻ എന്നല്ല നിങ്ങൾ പരിചയപ്പെടുത്തിയത്. മറിച്ച് ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈതവാദത്തിൽ സ്വാധീനം ചെലുത്തപ്പെട്ടയാളാണ്. അതിന്റെ വക്താവാക്കി നിങ്ങൾ അവതരിപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ അൽമനാറിൽ യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമഃ. ഈ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ഷെയ്ഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു. നിങ്ങൾ എഴുതി വെച്ചതാണ്. ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവറുകളെ കുറിച്ച് ആ ഷെയ്ഖ് അവറുകളെ കിതാബൊക്കെ ഉദ്ധരിച്ചിട്ട് നിങ്ങളിപ്പോൾ സ്വന്തം ആളുകളെ പോലെ അവതരിപ്പിക്കുകയാണ്. ഏതായാലും അനസ് മൗലവി തന്നെ പറയട്ടെ, ബാക്കി നമുക്ക് പറയാം. അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ, യാ കദ്ദാബ്, ഓ നുണയ, ഓ പെരുംകള്ള, അന്ത തുഹിബ്ബുല്ലാഹ അസ്സ വജല്ല ഫീ ഹാലത്തിൻ നിഅമ, നിന്റെ ഐശ്വര്യങ്ങളിൽ നീ വലിയ തഖ്വ കാണിക്കുന്നു, നീ നല്ല സൂട്ടും കോട്ടും ഇട്ട് പള്ളിയിൽ പോകുന്നു, നീ നന്നായി ഇസ്തിരി ഇട്ടുകൊണ്ട് അതേ ഞാൻ ഒരു ഭക്തനാണ് എന്ന് കാണിക്കുന്നു. ഫഇദാ ജാഅൽ ബലാഉ ഹറബ്, അതേ നിനക്കൊരു ബലാ വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ നീ റബ്ബിനെ വിട്ടോടുകയാണ്, അല്ലാഹുവിനെ വിട്ടോടുകയാണ്. നീ പറയുന്ന ആ അല്ലയും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലയും ഒക്കെ കളവല്ലയോ, കള്ള എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു എന്താണ് ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നറിയോ? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവറുകളുടെ കിതാബുകളിൽ തവക്കുലിന്റെ തഖ്വയുടെ ഉന്നതമായ മർത്തബയിൽ വിരാജിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ചില ഉപദേശങ്ങൾ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ആ തവക്കുലിന്റെ മർത്തബയിൽ വെച്ച് പറയുന്ന വാക്യങ്ങളൊക്കെ സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസക്ക് എതിരാണ് എന്ന് ഈ സാധു തെറ്റിദ്ധരിച്ചതാണ്. ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം ആളാവാനുള്ള കാരണം അവരുടെ കിതാബുകളിലെ ചില പരാമർശങ്ങൾ ഇസ്തിഗാസക്ക് എതിരാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ അഞ്ജനം എന്നതു ഞാൻ അറിയാം, മഞ്ഞൾ പോലെ ഒടുത്തിരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഷെയ്ഖ് ജീലാനി തങ്ങളെ കിതാബിനെ കുറിച്ചോ അവിടുത്തെ വഴികളെക്കുറിച്ചോ ഒരു ധാരണയുമില്ല. ആ കിതാബിന്റെ ചില ഭാഗങ്ങളിലെ ചില ഇബാറത്തുകൾ മാത്രം കണ്ടപ്പോൾ കിട്ടിപ്പോയി എന്ന നിലക്ക് ജീലാനി തങ്ങളെ നിങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ്. ഇദ്ദേഹം ഇത് ഇങ്ങനെ കുറെ പറയുന്നുണ്ട്. അതിന്റെ ലാസ്റ്റ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എങ്ങോട്ടാണ് എന്ന് നമുക്ക് കേൾക്കാം, എന്നിട്ട് അതിന്റെ ബാക്കി പറയാം. മാത്രമല്ല ഇവിടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഈ മരിച്ചു മൺമറഞ്ഞുപോയ ആളുകളോട് ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, തേടുകയാണ്, ഞങ്ങളുടെ കഷ്ടനഷ്ടങ്ങൾ നീക്കിത്തരണമെന്ന്. ഈ ജീവനോടെ ഈ ലോകത്ത് കഴിച്ച് ജീവിച്ച് പിന്നീട് മരിച്ചുപോയ ആ മഹാത്മാക്കളോട് തേടുന്ന, അവരോട് ദുആ ചെയ്യുന്ന, അവർക്ക് നേർച്ച നേരുന്ന, അല്ലാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്തുകൾ ഈ വ്യക്തികൾക്കും ശക്തികൾക്കുമാക്കി നീക്കി കൊടുക്കുന്ന ആളുകൾ അധപ്പതിച്ചു പോവുകയാണ്. തൗഹീദിന്റെ യഥാർത്ഥമായ വിധാനത്തിൽ നിന്ന് ആളുകൾ മാറി മാറി പോവുകയാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ കിതാബിലെ ഈ ഉദ്ധരണികൾ പറഞ്ഞിട്ട് ഇസ്തിഗാസക്ക് എതിരാണ്. പിന്നെ മൂപ്പരെ വക ചേർത്ത് കൊടുക്കുകയാണ്. അള്ളാഹുവിനോട് ചെയ്യേണ്ട ഇബാദത്ത് മറ്റുള്ളവർക്ക് വക വെച്ചു കൊടുക്കുന്ന, അതൊക്കെ നിങ്ങളുടെ അധിക വായനയും ദുർവ്യാഖ്യാനവുമാണ്. ഒരിക്കലും ലോകത്ത് അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും പഠിപ്പിച്ചിട്ടില്ല, ഒരു വിശ്വാസിയും അള്ളാഹുവിന് നൽകുന്ന ഇബാദത്ത് ഒരു സൃഷ്ടിക്കും നൽകണില്ല.
അത് നിങ്ങളൊരു പൂതിയാണ്. നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ മേൽ നിങ്ങൾ നടത്തുന്ന കേവലം ദുരാരോപണം മാത്രമാണ്. ഇനി ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു തങ്ങളുടെ കിതാബുകളിൽ പറഞ്ഞ ചില പരാമർശങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ ഈ തെറ്റിദ്ധാരണ മാറും. അവർ പറയുന്നത് ഉന്നതമായ തവക്കുലിന്റെയും തത്വയുടെയും മർത്തബയിൽ നിൽക്കുന്ന സംസാരമാണ്. അത് കേവലം നിങ്ങൾ പറയുന്ന പോലെ സാധാരണമായ സഹായം, അസാധാരണ സഹായം, ദൃശ്യം, അദൃശ്യം, സാധാരണം, അസാധാരണം, അതേപോലെ മനുഷ്യ കഴിവിന് അതീതം, അധീനം, ഇതൊന്നും അല്ല ശൈഖ് അവറുകളുടെ ചർച്ച. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും അവലംബിക്കാൻ പറ്റൂല. അത് ആ ഇബാറത്തുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും. നിങ്ങൾ വായിച്ച അതേ കിതാബിൽ നിന്നാണ് ഞാനും വായിക്കുന്നത്. ശൈഖ് അവറുകൾ പറയാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ് കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി വതത്തസിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സനമുക. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും നിന്റെ ഹൃദയത്തിൽ എത്രയെത്ര ഇലാഹുകളാണ്. ശൈഖ് അവറുകൾ അവിടെ ഉദ്ദേശിച്ചത് എന്താണ്? കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതത്തസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സനമുക. നിന്റെ ഹൃദയത്തിൽ നീ എന്തൊന്നിനെ അവലംബിക്കുന്നുവോ, നീ എന്തൊന്നിൽ വിശ്വാസം ചെലുത്തുന്നുവോ, അതൊക്കെ നിന്റെ ഹൃദയത്തിലെ ബിംബങ്ങളാണ്. ലാ യൻഫഉക, അത് തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബ്. നിന്റെ ഹൃദയത്തിൽ ഇത്തരം ചിന്തകൾ, ഇത്തരം ശിർക്കുകൾ വെച്ചിട്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ തവക്കുലിന്റെ ഉന്നതമായ മർത്തബകളെയാണ് വിശദീകരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഞാൻ ഇബാറത്തുകൾ ഒരുപാടുണ്ട്, അത് വായിക്കുമ്പോൾ സമയം പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. വേറെ മറ്റൊരു സ്ഥലത്ത് ശൈഖ് ജീലാനി തങ്ങളവറുകൾ പറയുകയാണ്, അലൈക ബിസുഹ്ബത്തിൽ ഹഖ് അസ്സ വജല്ല, അല്ലാഹുവിന്റെ സാമീപ്യമാണ് നിനക്കുണ്ടാവേണ്ടത്. വഇൻസാലി ഹവായിജിക ബിഹി ഫഇന്നഹു ലാ യൽജറു മിൻക വലാ യസ്മു. അഥവാ സൃഷ്ടികളെ കുറിച്ച് പറയാണ്, അൽ ഖൽഖു യഖ്ലൂന ഹവായിജക യൗമൻ ഔ ഇസ്നൈനി ഔ സലാസതൻ ഔ ശഹ്റൻ ഔ സനതൻ ഔ സനതൈനി വഫിൽ ആഖിറതി യൽജറൂന മിൻക. സൃഷ്ടികൾ അത് സാധാരണ കഴിവ്, അസാധാരണ കഴിവ് എന്നോ ദൃശ്യമെന്നോ അദൃശ്യമെന്നോ എന്നില്ല. നീ ഏതൊരു വ്യക്തിയെ അവലംബിക്കുന്നുവോ അവർ ഒരു ദിവസമോ 2 ദിവസമോ 1 മാസമോ 2 മാസമോ നിന്നെ സഹായിച്ചേക്കാം, പക്ഷെ ആഖിറത്തിൽ അവർക്ക് നിന്നെ സഹായിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, അലൈക ബിസുഹ്ബത്തിൽ ഹഖ് അസ്സ വജല്ല, നീ അല്ലാഹുവിന്റെ സാമീപ്യമാണ് കരസ്ഥമാക്കേണ്ടത് എന്നൊക്കെ വിശദീകരിച്ചിട്ട്, അൽ മുവഹിദു ഇൻദ ഖുവത്തി തൗഹീദിഹി ലാ യബ്ഖാ ലഹു അബുൻ വലാ ഉമ്മുൻ വലാ അഹ്ലുൻ വലാ സദീഖുൻ വലാ അദുവുൻ വലാ മാലുൻ വലാ ജാഹുൻ വലാ സുകൂനുൻ ഇലാ ഷൈഇൻ ഫിൽ ജുംലത്തി ലാ യബ്ഖാ ലഹു സിവ തഅല്ലുഖി ബിബാബിൽ ഹഖ് അസ്സ വജല്ല വമിനനിഹി. അഥവാ അവന്റെ മാതാപിതാക്കള്, അവന്റെ കുടുംബങ്ങള്, ഭാര്യ മക്കള്, അവന്റെ സമ്പത്ത് ഒന്നിനെയും അവൻ ആശ്രയിക്കൂല. ഇതൊക്കെ ശിർക്കാണ് നമ്മളെ അഭിപ്രായം. കല്യാണം കഴിക്കൽ ശിർക്കാണോ? മാതാപിതാക്കളെ ആശ്രയിക്കൽ ശിർക്കാണോ? ശൈഖ് ജീലാനി തങ്ങളെ വർത്താനം അതാണ്. അത് തിരിച്ചറിയാനുള്ള അറിവ് നിങ്ങൾക്കില്ല, അതല്ലെങ്കിൽ അതിനുള്ള ആശയഫലം നിങ്ങൾക്കില്ല. ശൈഖ് ജീലാനി തങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നീ എന്തൊന്നിനെയാണോ നീ അവലംബിക്കുന്നത്, അത് നീ അവലംബിക്കുന്നത് ഇലാഹാണ് എന്നാണ് ശൈഖ് അവറുകൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഇസ്തിഗാസ ശൈഖ് അവറുകൾ പഠിപ്പിച്ചിട്ടേ ഇല്ല. അഥവാ നിങ്ങൾ പറയുന്ന രൂപത്തിൽ ഇസ്തിഗാസ വിരുദ്ധമായത് പഠിപ്പിച്ചിട്ടില്ല. ഇനി ശൈഖ് അവറുകൾ ഇസ്തിഗാസ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ശൈഖ് അവറുകൾ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ശൈഖ് അവറുകൾ എനിക്ക് ഗൈബർ എന്ന് പറഞ്ഞ ആളല്ലേ. അവിടുത്തെ ഇതേ കിതാബിൽ തന്നെ ബഹുമാനപ്പെട്ടവര് പറയുന്നത് കാണാം, ലൗലൽ ഹുക്മു ലമാ ലതകല്ലംതു ബിമാ ഫീ ബുയൂതികും. അള്ളാഹുവിന്റെ പ്രത്യേകമായ നിയന്ത്രണം, അള്ളാഹുവിന്റെ വിധി ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വീടകങ്ങളിൽ നിങ്ങൾ മറച്ചുവെച്ചത് ഞാൻ പറയുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ പറയുന്നില്ലേ. അപ്പൊ നിങ്ങൾക്ക് ശൈഖ് അവറുകളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയൂല നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്. പക്ഷേ ഇസ്തിഗാസക്ക് വിരുദ്ധമായിട്ട് എന്തോ അതിലുണ്ട് എന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ ശൈഖ് അവറുകളെ പറയാണ്. ഇതുപോലെ തവക്കുലിന്റെ മർത്തബകളെ മഹാന്മാര് പറയാറുണ്ട്. ഇപ്പോ നമുക്കൊക്കെ നമ്മുടെ ഒരു സുപരിചിതമായ ഒരു കവിതയാണ്, വൈൻ ഖാത്തറത് ലീ ഫീ സിവാക ഇറാദത്തുൻ അലാ ഖാതിരി സഹ്വുൻ അഖ്ലൈതു ബിരിദ്ദതി ഹകംതു ബിരിദ്ദതി എന്ന് പറയുന്ന ബൈത്ത്. അഥവാ അല്ലാഹു അല്ലാതെ എന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത വന്നാൽ ഞാൻ മുർത്തദ്ദായി പോയി എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫത്താവൽ ഹദീസയിൽ ഇത്തരം പരാമർശങ്ങളെ കുറിച്ച് ചോദ്യമുണ്ട്. അത് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഫഹാദാ ലൈസ ബിരിദ്ദത്തിൻ ഹഖീഖ, അത് നമ്മൾ പറയുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്ന റിദ്ദത്തല്ല അവിടെ അവർ ഉദ്ദേശിക്കുന്നത്. മറിച്ച്
അവരുടെ ഉന്നതമായ ആ തവക്കുലിന്റെ മർത്തബയിൽ നിന്ന് അവർ പുറത്തു പോകും എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പേരിൽ നിങ്ങൾ കെട്ടിച്ചമക്കുകയാണ്. അവിടുത്തെ കിതാബിനെ ഉദ്ധരിച്ചുകൊണ്ട് ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി തെറ്റായ അർത്ഥം പറഞ്ഞ് ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയാണ്. അത് നിങ്ങൾക്ക് സ്ഥിരം ചെയ്യുന്ന പണിയായതുകൊണ്ട് നിങ്ങളുടെ ഉൾവിളി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിരന്തരം നിങ്ങൾ തുടരും. പക്ഷേ ജനങ്ങൾ ഈ തെറ്റിദ്ധരിപ്പിക്കലിനെ മനസ്സിലാക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി അദ്ദേഹം തന്നെ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഒരു ദുആഇനെ പഠിപ്പിക്കുന്നുണ്ട്. ആ ദുആഇനെ പഠിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? ഷെയ്ഖ് ജീലാനി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഇവർ പറയുന്നത് കേട്ടാ തോന്നും നമ്മൾ അള്ളാഹിനോട് ഒരിക്കലും ദ്വയർക്കരുത് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ദ്വയർക്കണം അത്ര നിങ്ങൾ ദ്വയർക്കണുണ്ടോ? അല്ലേ? അള്ളാഹുവിനോട് ഞങ്ങൾ ദുആ ചെയ്യുന്ന അത്ര സന്ദർഭങ്ങളിൽ നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ടോ? എന്നാൽ ഞാൻ ഗൾഫിൽ പോകുമ്പോൾ ദ്വയർക്കും, വീടിന് കുറ്റിയടിക്കുമ്പോൾ ദ്വയർക്കും, കല്ലിടുമ്പോൾ ദ്വയർക്കും, കട്ടില വെക്കുമ്പോൾ ദ്വയർക്കും, വീട്ടിൽ പല സമയങ്ങളിലും മൗലിദ് ഉണ്ടാവും, എന്ത് വിഷയങ്ങളിലും ഞങ്ങൾ ദുആ ചെയ്യും. ദുആ ചെയ്തിട്ടാണ് എല്ലാ പരിപാടികളും നടത്താറുള്ളത്. അപ്പൊ ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാത്ത ആളുകളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ സമയത്തൊക്കെ എന്താണ് ബന്ധപ്പെട്ട ഒരു ഫാത്തിഹ ഓതുന്നത്, എന്താ ഇവിടെ പ്രത്യേകിച്ച് ഒരു ദുആ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈ ഉയർത്തി ആമീൻ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, കൈ താഴ്ത്തി പിടിച്ചിട്ട് ഒരു ധിക്കാരത്തോടു കൂടെ നിൽക്കുന്നുണ്ടാവും. ഞങ്ങൾ സർവ്വസമയത്തും ദുആ ചെയ്യുന്ന ആളുകളാണ്, എന്തിനും അൽ ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ നടക്കൂല. ഇനി അദ്ദേഹം ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഒരു ദുആഇനെ പറയട്ടെ. കാരണം നമുക്കത് കാണാൻ കഴിയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഷെയ്ഖ് ജീലാനി അതേ ഹിജറ 500കളിൽ ലോകത്ത് ജീവിച്ചു പോയ മുഹീദ്ദീൻ ഷെയ്ഖ്, അദ്ദേഹം തന്റെ 91ാമത്തെ വയസ്സിൽ മരിക്കാൻ കിടക്കുന്ന നേരം ആ സമയത്ത് അദ്ദേഹം റബ്ബിനോട് നടത്തുന്ന ഒരു ദുആയുണ്ട്, അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? യാ അല്ലാഹു യാ റഹ്മാനു യാ ഹന്നാനു യാ മന്നാൻ. റഹ്മാനായ അല്ലാഹ്, മന്നാനായ അല്ലാഹ്, ഹന്നാനായ അല്ലാഹ്, യാ മുസബ്ബഹൻ ബികുല്ലി ലിസാൻ, സർവനാവുകൾ കൊണ്ടും തസ്ബീഹ് ചെയ്യപ്പെടുന്നവനായ ചൊല്ലപ്പെടുന്നവനായ അല്ലാഹുവേ, യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സർവ്വതും, അത് കല്ലാകട്ടെ മരമാകട്ടെ അതുപോലെ തന്നെ നാൽക്കാലികളാകട്ടെ ഇഴജീവികളാകട്ടെ അതുപോലെ. ഷെയ്ഖ് ജീലാനി തങ്ങൾ അവറുകൾ പഠിപ്പിച്ച ഒരു ദുആ, ഇദ്ദേഹം മരണാസന്ന സമയത്ത് ദുആ ചെയ്തു എന്ന് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഉന്നിയാണ്. അതിൽ ഒരു നിസ്കാരത്തെ കുറിച്ച് പരാമർശിച്ചിട്ട് ആ നിസ്കാരത്തിലെ ഒരു ദുആ ആയിട്ടാണ് ഷെയ്ഖ് അവറുകൾ അതിനെ പഠിപ്പിക്കുന്നത്. ആ ദുആ യാ അല്ലാഹു യാ റഹ്മാനു യാ മന്നാനു യാ ഹന്നാൻ യാ മുസബ്ബഹൻ ബികുല്ലി ലിസാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ദുആയാണ് ഇദ്ദേഹം ഈ പരാമർശിച്ച ദുആ. അത് കുറച്ചും കൂടി ദീർഘമാണ്, അത് കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഇദ്ദേഹം പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഷെയ്ഖ് അവറുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇനി അതിൽ ഒരുപാട് ഫുദൂലാർത്തുകൾ അദ്ദേഹത്തിന്റെ വക കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് ക്ലിപ്പിടൽ പ്രയാസമാണ്. അതിന്റെ മൊത്തത്തിലുള്ള ആശയം എന്താണ്? ഇസ്തിഗാസയ്ക്ക് എതിരായിരുന്നു ഷെയ്ഖ് അവറുകൾ എന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ ഉന്യയിൽ ഷെയ്ഖ് അവറുകൾ പറയുന്ന ചില ഇസ്തിഗാസയെ ഷെയ്ഖ് അവറുകൾ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ ഉമ്മത്തിനോട് കടുത്ത വഞ്ചനയാണ് നടത്തുന്നത്. ഒന്യ വായിക്കുമ്പോൾ ഞാനീ വായിക്കുന്നത് കഴിഞ്ഞിട്ടാണ് ഇവർ വായിക്കുന്നത്. അപ്പൊ ആദ്യം ഇത് കാണേണ്ടതാണല്ലോ. എന്താണ് അവിടെ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിലേക്ക് ഒരാൾ ചെന്നു കഴിഞ്ഞാൽ ഫഇദാ മന്നല്ലാഹു തആല ബിൽ ആഫിയ വഖദിമൽ മദീനത, മദീനയിലേക്ക് നിങ്ങൾ പോയാൽ ഫൽ മുസ്തഹബ്ബു ലഹു അൻ യഅതിയ മസ്ജിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ പള്ളിയിലേക്ക് ചൊല്ലുക. അവിടെ നബി തങ്ങളോട് സലാം പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പിന്നെ സ്വലാത്തുകൾ ചൊല്ലുന്നത് ഷെയ്ഖ് അവറുകൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സുമ്മ യഅതിൽ ഖബർ, റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ആ ഖബർ ഷരീഫിന്റെ മുമ്പിലേക്ക് വരണം. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞ് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് പിന്നെ ഷെയ്ഖ് അവറുകൾ ദുആക്കാൻ പഠിപ്പിക്കണം. എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഇന്നക ഖുൽത ഫീ കിതാബിക ലിനബീക്, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവേ അവിടുന്ന് പഠിപ്പിച്ചതാണല്ലോ, അല്ലാഹുവേ നീ പഠിപ്പിച്ചതാണല്ലോ, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. പൊന്നിയയിൽ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആ ആയത്ത് സൂറത്തു നിസായിൽ 64ാമത്തെ ആയത്ത്, ഈ ആയത്ത് പരാമർശിച്ചിട്ട് പറയാണ് വഇന്നി അതൈതു നബിയക തായിബൻ ബിദുനൂബി മുസ്തഗ്ഫിറാ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ മുമ്പിലേക്ക് വന്നിട്ടാണ് പറയേണ്ടത് എന്ത്? ഇന്നി അതൈതു നബിയക,
ഞാൻ അള്ളാഹുവെ നബിതങ്ങളെ മുമ്പിലേക്ക് ഞാൻ വന്നു തായിബം മിൻ ദുനൂബി, എന്റെ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യുന്നവനായിട്ട്, മുസ്തഗ്ഫിറൻ, അള്ളാഹുവെ പൊറുക്കലിനെ ചോദിക്കുന്നവനായിട്ടാണ് ഞാൻ വരുന്നത്. ഫഅസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, അൻ തൂജിബലിയൽ മഗ്ഫിറ, എന്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹുവേ, കമാ ഔജബ്തഹാ ലിമൻ അത്താഹു ഫി ഹാലി ഹയാത്തിഹി, റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് അങ്ങനെ വന്നിട്ടുണ്ട്, അതുപോലെ വഫാത്തിന് ശേഷവും ഞാൻ വരികയാണ്. ശിർക്കാണെന്നല്ല പറഞ്ഞത്, നേരത്തെ മറ്റൊന്നിനെയും അവലംബിക്കരുത് എന്ന് പറഞ്ഞ അതേ ശൈഖ് അവറുകളാണ് ഈ പഠിപ്പിക്കുന്നത്. എന്താ കാരണം? നിങ്ങൾ ഉദ്ധരിച്ച അതേ കിതാബ്, നിങ്ങൾ യാ ഹന്നാനു യാ മന്നാനു എന്ന് പറഞ്ഞ് നിങ്ങളൊരു ദുആ പഠിപ്പിച്ചില്ലേ, ആ ശൈഖ് അവറുകൾ തന്നെയാണ് അവിടുത്തെ നിങ്ങൾ ഉദ്ധരിച്ച ആ കിതാബിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. എന്നിട്ടോ പറയാണ്, കമാ ഔജബ്തഹാ ലിമൻ അത്താഹു ഫി ഹാലി ഹയാത്തിഹി, ജീവിതകാലത്ത് വന്നവർക്ക് അവിടുത്തെ തൗബ സ്വീകരിച്ചതുപോലെ, ഫഅഖറ ഇൻദഹു ബിദുനൂബിഹി ഫദഅ ലഹു നബിയുഹു ഫഗഫർത ലഹു, അവർക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തപ്പോൾ നീ അവർക്ക് പുറത്തു കൊടുത്തതുപോലെ ഞാൻ നിന്നിലേക്ക്, ഞാൻ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും മുസ്തഗ്ഫിറൻ മിൻ ദംബി ആയിട്ടാണ് ഞാൻ വരുന്നത്. അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബിനബിയിക അലൈഹി സലാമുക നബിയ്യിർ റഹ്മ, ഞാൻ നബി തങ്ങളെ കൊണ്ട് മുന്നിടുകയാണ്. യാ റസൂലല്ലാഹ്, ഇസ്തിഗാസ, കാനുള്ള ഇസ്തിഗാസ. യാ റസൂലല്ലാഹ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിയഗ്ഫിറ ലി ദുനൂബി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖിഹി അൻ തഗ്ഫിറ ലി വതർഹമനി. എന്താ വ്യക്തമായ ഇസ്തിഗാസ ശൈഖ് അവറുകൾ പറയാണ്. എന്നിട്ട് ആ ശൈഖ് അവറുകളുടെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. എന്തിനാണ് സഹോദരങ്ങളെ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഷെയ്ഖ് ജീലാനി തങ്ങൾ നവോത്ഥാനം നടത്തിയ ആളാണ് എന്നാണ് അനസ് മൗലവി പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് എന്താണ് അവരെ ഷെയ്ഖ് ജീലാനിയോട് താല്പര്യം കൂടാനുള്ള കാരണം എന്താണ്? തവക്കുലിന്റെ ഉന്നതമായ മർത്തബയെക്കുറിച്ച് ഷെയ്ഖ് അവറുകൾ പറഞ്ഞപ്പോൾ മാഷാ അല്ലാഹ് ഇസ്തിഗാസക്ക് നല്ലൊരു കാനുള്ള തെളിവ് കിട്ടിയെന്ന സന്തോഷത്തിലാണ് അനസ് മൗലവിയും. അനസ് മൗലവി മാത്രമല്ല, എല്ലാ ടീമും ഇത് ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ശൈഖ് അവറുകൾ അവർ പഠിച്ചിട്ടില്ല. ഇനി ശൈഖ് അവറുകൾ ഈ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് അനാ ഖുതുബു അഖ്താബിൽ വുജൂദി ഹഖീഖതൻ അലാ സായിരിൽ അഖ്താബി ഇസ്സി വഹുർമതി തവസ്സൽ ബിനാ ഫീ കുല്ലി ഹൗലിൻ വശിദ്ദത്തിൻ ഉഗീസുക ഫിൽ അശ്യാഇ തുറം ബിഹിമ്മതി. നിങ്ങൾ എന്നെ കൊണ്ട് തവസ്സുലാക്കിക്കോളി, നിങ്ങൾ എന്നോട് തേടിക്കോളി, അഥവാ ഇസ്തിഗാസ നടത്തിക്കോളി എന്ന് അവിടുത്തെ മുരീദുമാരോട് ഷെയ്ഖ് ജീലാനി തങ്ങളാ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഷെയ്ഖ് ജീലാനി തങ്ങളെ പറ്റുമോ? അനാലി മുരീദി ഹാഫിളുൻ മാ യുഹാഫിളു മാ യഖാഫുഹു വഅറൂസുഹു മിൻ കുല്ലി ശർരിൻ വഫിത്നതി. എൻ്റെ മുരീദുകൾ ഏതും പേടിക്കേണ്ട, എൻ്റെ മുരീദിന് ഞാൻ ഷാഫി എന്നോവർ. ശൈഖ് അവറുകൾ പറയുന്ന വാക്കുകളല്ലേ ഇത്. അതേപോലെ തന്നെ മുരീദി ലകൽ ബുശ്റ തകൂനു അലൽ വഫാ, അങ്ങനെ ഒരുപാടുണ്ട്. മുരീദി തമസ്സക് ബി വകും ബി വാസിഖ ലഅമീക ഫിദ്ദുനിയ വയൗമിൽ ഖിയാമത്തി. ഞാൻ നിങ്ങളെ സംരക്ഷകനാണ് എന്നാണ് ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറയുന്നത്. അപ്പോൾ ആ ഷെയ്ഖ് ജീലാനി തങ്ങളെ മുൻനിർത്തിയിട്ട് ഇസ്തിഗാസ പറ്റൂല എന്ന് സ്ഥാപിക്കാൻ ഒരു നിലക്കും നിങ്ങൾക്ക് വകുപ്പില്ല. കേവലം തെറ്റിദ്ധാരണകൾ മാത്രമാണ്. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ഈ തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങൾ അവസാനിപ്പിക്കുക, തെറ്റിദ്ധരിപ്പിക്കലൊക്കെ അവസാനിപ്പിച്ചിട്ട് ഷെയ്ഖ് ജീലാനി തങ്ങളെ, ഏതായാലും ഷെയ്ഖ് ജീലാനി തങ്ങൾ നിങ്ങൾ അംഗീകരിച്ച സ്ഥിതിക്ക് ആ മഹാന്റെ കിതാബുകൾ ആദ്യാവസാനം ഒന്ന് വായിച്ചാൽ എന്താണ് അഹ്ലുസുന്ന എന്നും എന്താണ് സ്വർഗീയ വഴി എന്നും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.